Hi students, today we are going to start the fifth module. So in this module we have to learn inverse of a matrix. So before going to inverse of a matrix, we have to know what is adjoint of a matrix. So adjoint of a matrix is the transpose of the matrix formed by cofactors of the elements of the matrix taken in order. Okay, so adjoint of a matrix is the matrix it is a transpose of the matrix formed by cofactors of the elements of the matrix taken in order. അതായത് നമ്മൾക്ക് കോഫാക്ടേഴ്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. സപ്പോസ് ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇത് സ്ക്വയർ മെട്രിക്സിന്റെ കേസിലാണ് നമ്മൾ അഡ്ജോയിന്റ് ഡിഫൈൻ ചെയ്യാം. സോ ഞാനൊരു സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്യാണ്. A11 A12 A13 A21 A22 A23 A31 A32 A33. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ മെട്രിക്സ് എ. ഇനി നമുക്ക് കിട്ടേണ്ടത് ഏതാണ്? Transpose of the matrix formed by cofactors of the elements of the matrix. അപ്പോൾ ഇതിന്റെ cofactors suppose A11 ആണ് എന്ത് cofactor of element A11, A12 cofactor of element A12. ഇങ്ങനെയാണ് വിചാരിക്കുക. ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് നമ്മൾ cofactorsനെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ cofactorsന്റെ മെട്രിക്സ് എങ്ങനെയായിരിക്കും? cofactorsന്റെ മെട്രിക്സ് will be A11 A12 A13 A21 A22 A23 A31 A32 A33. ഇതാണ് ഈ മെട്രിക്സിന്റെ എലമെന്റ്സിന്റെ കോഫാക്ടേഴ്സിന്റെ മെട്രിക്സ്. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? adjoint of a matrix അല്ലേ? adjoint of a matrix ആണ് വേണ്ടത്. അപ്പോൾ adjoint of a matrix A ആണ് വേണ്ടത്. അതിന് നമ്മൾ adj A എന്നാണ് ഡിനോട്ട് ചെയ്യുക. ADJ A adj A അതെന്താണ്? ട്രാൻസ്പോസ് ഓഫ് ദ കോഫാക്ടർ മെട്രിക്സ്. ഇതാണ് കോഫാക്ടേഴ്സിന്റെ മെട്രിക്സ്. ഇതിന്റെ ട്രാൻസ്പോസ് ആണ് adjoint of A അല്ലേ? ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ് ഫോംഡ് ബൈ കോഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ഇതിന്റെ ട്രാൻസ്പോസ്. സോ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആയി മാറും. ദാറ്റ് ഈസ് A11 A12 A13. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആയിട്ട് മാറും. A21 A22 A23. തേർഡ് റോ will be third column. A31 A32 A33. സോ ഇങ്ങനെയാണ് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. ആദ്യം നമ്മൾ എല്ലാ എലമെന്റ്സിന്റെയും കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കും, എന്നിട്ട് ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതും. സോ അങ്ങനെയാണ് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1 2 3 1 4 1 2 1 2. Suppose this is the matrix A. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിലെ എല്ലാ എലമെന്റ്സിന്റെയും കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് എലമെന്റ് A11 അല്ലേ? A11 അതായത് കോഫാക്ടർ ഓഫ് A11 എന്ന് പറഞ്ഞ ഈ എലമെന്റ് ആണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ്. കോഫാക്ടർ ഓഫ് എത്രയാണ്? 1 ന്റെ കോഫാക്ടർ എങ്ങനെ വരും? 4 into 2 8 8 minus 1 7 ആണ് അല്ലേ? അപ്പൊ മൈനർ 7 ആണ്. നമുക്ക് ആദ്യം മൈനർ കണ്ടുപിടിച്ചിട്ട് കോഫാക്ടർ കണ്ടുപിടിക്കാം. സോ M11 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് മൈനർ ഓഫ് A11. അത് എത്രയാണ് വരുന്നത്? 1 ന്റെ മൈനർ 4 into 2 8 8 minus 1 7. അങ്ങനെയാണെങ്കിൽ A11 എന്തായിരിക്കും? A11 that is cofactor of A11, that will be minus 1 raised to 1 plus 1 into 7. അല്ലേ?
-1 raised to I plus j into mij, അതല്ലേ നമ്മുടെ ഫോർമുല. സോ ഇവിടെ എന്ത് വരും? -1 raised to 2, that is 1, 7. ഇനി m12 എന്ന് പറയുന്നത് എത്രയായിരിക്കും? മൈനർ ഓഫ് 2, that is 2 minus 2, 0. സോ a12 എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ഇനി m13 എന്ന് പറയുന്നത് 1 minus 8, that is -7. a13 എന്തായിരിക്കും? -1 raised to 1 plus 3 into -7, that is -7. ഓക്കെ, അപ്പൊ a13 കിട്ടി. ഇനി ഇതേപോലെ a21 കണ്ടുപിടിക്കണം. a21 എന്ന് പറയുന്നത് -1 raised to 2 plus 1 into m21 ആണ് അല്ലേ? ഇനി -1 raised to 3 into m21. 1ന്റെ മൈനർ ഏതാണ്? 4 minus 3, 1. So this will be -1. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇവിടെ a21 എത്തി. ഇനി a22 is equal to -1 raised to 2 plus 2 into m22, that is -1 raised to 4 into m22. 4 ന്റെ മൈനർ, that is 1 into 2, 2 minus 2 into 3, 2 minus 6 minus 4. So this will be -4. -1 raised to 4 1 ആണ്. 1 into -4 -4. ഇനി a23 will be -1 raised to 2 plus 3 into m23, that is -1 raised to 5 into m23. എങ്ങനെ കണ്ടുപിടിക്കുക? 1 ന്റെ മൈനർ 1 minus 4 minus 3. So -1 into -3, that will be +3. ഇനി അടുത്തത് A31 will be -1 raised to 3 plus 1 into m31, that is -1 raised to 4 into m31 will be 2 minus 12, that is -10. So it is -10. So A31 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് A32 is equal to -1 raised to 3 plus 2 into m32, that is -1 raised to 5 into m32. m32 എന്തായിരിക്കും? 1 minus 3, that is -2. So this will be -1 into -2, that is +2. Now A33 എന്തായിരിക്കും? -1 raised to 3 plus 3 into m33. So m33 എന്ന് പറയുന്നത് എന്താണ്? 4 minus 2, that is 2. -1 raised to 6 into 2. So this is even. So 1 into 2. ഇപ്പൊ നമുക്ക് എല്ലാ എലമെന്റ്സിന്റെയും കോഫാക്ടേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഏതൊക്കെയാ കോഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഒന്നുകൂടെ എഴുതി വെക്കാം. A11 equal to 7, അല്ലേ? A12 0, A13 -7. ഇനി A21 -1, A21 equal to -1. Then A22 is -4, A23 is equal to 3, A31 equal to -10, A32 is equal to A32 is equal to 2, A33 is equal to 2. So ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എല്ലാ എലമെന്റ്സിന്റെയും കോഫാക്ടേഴ്സ് ഇവിടെ കിട്ടി അല്ലേ? A11, A12, A13, A21, A22, A23, A31, A32, A33 എല്ലാ എലമെന്റ്സിന്റെയും കോഫാക്ടേഴ്സ് കിട്ടി. ഇനി അഡ്ജോയിന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഫാക്ടേഴ്സിന്റെ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. അതായത് നമുക്ക് കിട്ടിയ കോഫാക്ടേഴ്സിനെ നമ്മൾ ഏത് ഓർഡറിൽ എഴുതണം? adjoint of A is equal to
A11, A12, A13 എന്നുള്ള ഓർഡറിൽ താഴോട്ട് എഴുതി പോയാൽ മതി. ഇപ്പൊ A11 ഏതാണ് 7, A12 0, A13 -7, A21 -1, A22 -4, A23 3, A31 -10, A32 2, A33 2. സാധാരണ മെട്രിക്സ് നമ്മൾ ഇങ്ങനെ എഴുതി പോകുമെങ്കിൽ ഇവിടെ കിട്ടുന്ന ഈ ഓർഡറിനെ A11, A12, A13 താഴോട്ട് എഴുതി പോവാം. അപ്പൊ നമുക്ക് അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ് A കിട്ടും. ഓക്കെ, അപ്പൊ ഈ അഡ്ജോയിന്റ് വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ അഡ്ജോയിന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി നമുക്ക് ഇൻവേഴ്സിന്റെ ഡെഫിനേഷൻ ഒന്ന് ആദ്യം നോക്കാം. Inverse of a matrix. So that is a matrix B such that A into B is equal to B into A is equal to identity matrix is called inverse of matrix A. അപ്പൊ എയുടെ ഇൻവേഴ്സ് എന്ന് പറയും ബി എയുടെ ഇൻവേഴ്സ് ആണെന്ന് പറയണമെങ്കിൽ എനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ബിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. ഇനി ഇൻവേഴ്സ് ഓഫ് എനെ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇൻവേഴ്സ് ഓഫ് എ ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ്. ഇങ്ങനെയാണ് അതിന്റെ നൊട്ടേഷൻ. ഇൻവേഴ്സ് മെട്രിക്സിന്റെ നൊട്ടേഷൻ ആണ് എ ഇൻവേഴ്സ്. A raised to -1 കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു മെട്രിക്സ് നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അതായത് എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും ഐഡന്റിറ്റി മെട്രിക്സ് ആകുന്ന ബിനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത്. ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഫോർമുല നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എന്താണ്? എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് എ divided by determinant of A. So ഇത് ഓർത്തിരിക്കുക. ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? adjoint of A കണ്ടുപിടിക്കുക and divided by determinant of A. So ഇങ്ങനെയാണ് A ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, whenever we write some denominator, ആ ഡിനോമിനേറ്റർ എന്താണ്? ഒരിക്കലും 0 ആവാൻ പാടില്ല അല്ലെ? ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാൻ പാടില്ല. So that is determinant of A should not be 0. So determinant of A 0 ആണെങ്കിൽ matrix A is not invertible. അതിന് ഇൻവേഴ്സ് ഉണ്ടാവില്ല. ഡിറ്റർമിനന്റ് 0 ആയിട്ടുള്ള മെട്രിക്സുകൾക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. ദാറ്റ് ഈസ് A ഇൻവേഴ്സ് does not exist. Okay, so ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാൻ പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റ് 0 ആണോ നോക്കാം. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അപ്പൊ എഴുതേണ്ട എന്താണ്? A ഇൻവേഴ്സ് does not exist. ഇനി ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ അഡ്ജോയിന്റ് ഓഫ് A കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഫോർമുല യൂസ് ചെയ്ത് A ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. One, 2, 3, 2, 1, 4, 3, 1, 1. Suppose this is the matrix A. ഇനി അപ്പൊ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഫൈൻഡ് A ഇൻവേഴ്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. A ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിറ്റർമിനന്റ് ഓഫ് A ആണ് കണ്ടുപിടിക്കുന്നത്. ഡിറ്റർമിനന്റ് ഓഫ് A ഈസ് ഈക്വൽ ടു, സോ ഏതെങ്കിലും ഒരു റോ കൺസിഡർ അല്ലെങ്കിൽ കോളം കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് എലമെന്റ് എടുക്കുക. ഇതാണ് കൺസിഡർ ചെയ്യുന്നത്. 1 into 1 minus 4 minus 2 into 2 minus 12 plus 3 into 2 minus 3. Okay, so this is 1 into minus 3 minus 2 into minus 10 plus 3 into minus 1. This is minus 3 plus 20 minus 3. So this is 20 minus 6, that is 14.
സോ ഇവിടെ ഡിറ്റർമിനന്റ് നമുക്ക് കിട്ടുന്നത് 14 ആണ് അല്ലെ, 0 അല്ല. സോ ഡിറ്റർമിനന്റ് 0 അല്ലാത്തത് കൊണ്ട് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അടുത്തതായിട്ട് എന്താ നമുക്ക് വേണ്ടത്? അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കണം അല്ലെ. അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കണം. അഡ്ജോയിന്റ് ഓഫ് എ. അഡ്ജോയിന്റ് ഓഫ് എ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം അല്ലെ. കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാലാണ് അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാണ്. A11 ഫസ്റ്റ് എലമെന്റിന്റെ കോഫാക്ടർ ദാറ്റ് ഈസ് 1 - 4 - 3. -3 ആണ് മൈനർ. അപ്പൊ -1 raised to 1 + 1 into -3 that is -3. Then A12 -1 raised to 1 + 2 into minor 2 - 12 that is -10. അപ്പൊ എന്തായി? This is +10. Then A13 is -1 raised to 1 + 3 into M13 2 - 3 -1 that is -1. Then A21 is equal to -1 raised to 2 + 1 into 2 - 3 that is -1. So here it is +1. Then A22 is -1 raised to 2 + 2 into M22 1 - 9 -8. So this is -8 itself. Then A23 is -1 raised to 2 + 3 into M23 that is 1 - 6 that is -5. So here this will be +5. Then A31 it is -1 raised to 3 + 1 into M31 8 - 3 is 5 that is 5. A32 is -1 raised to 3 + 2 into M32 4 - 6 -2 that is -1 into -2 +2. Then A33 is -1 raised to 3 + 3 into M33 here it is 1 - 4 -3 it is -3. Okay, so here we have got all the cofactors. So cofactors എല്ലാം നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അഡ്ജോയിന്റ് ഓഫ് എ അല്ലേ. അഡ്ജോയിന്റ് ഓഫ് എ is equal to cofactor matrixന്റെ ട്രാൻസ്പോസ് അല്ലേ. അപ്പൊ A11 A12 A13 A21 A22 A23 A31 A32 A33 അങ്ങനെ എഴുതാം. This A11 A12 A13 A21 A22 A33 A23 A31 A32 A33. So ഇങ്ങനെ എഴുതാം അഡ്ജോയിന്റ് ഓഫ് എ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? എ ഇൻവേഴ്സ്. എന്തായിരുന്നു എ ഇൻവേഴ്സിന്റെ ഫോർമുല? എ ഇൻവേഴ്സ് is equal to adjoint of A divided by determinant of A. That is 1/14 into -3 1 5 10 -8 2 -1 5 -3. So ഇതാണ് എ ഇൻവേഴ്സ് എന്ന് പറയുന്ന മാട്രിക്സ്. ഇതിനെ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 14 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ -3/14 1/14 5/14 10/14 -8/14 2/14 -1/14 5/14 and -3/14. So ഇതായിരിക്കും എന്ന് എ എന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് ഇതായിരിക്കും. ഇനി എയും എ ഇൻവേഴ്സും തമ്മിൽ എ ഇൻവേഴ്സും എങ്ങനെയാണ്? ഇൻവേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ കറക്റ്റ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? എ ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്തു നോക്കാം. ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. അപ്പൊ ഇവിടെ എ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 0 0 0 1 0 0 0 1 കിട്ടണം. അപ്പൊ ഇത് നിങ്ങൾ ചെക്ക് ചെയ്തോളാം. ഇൻവേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ അത് കറക്റ്റ് ഇൻവേഴ്സ് ആണെന്ന് അറിയാൻ എന്ത് ചെയ്യണം? എയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ
ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ that will be correct answer. Okay, so hope you understand how to find the adjoint and inverse of matrix. Thank you.